കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർഗാർട്ടൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അധ്യാപക നിയമനത്തിൽ സർക്കാർ നിലപാട് സ്വാഗതാർഹമെന്ന ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ തോമസ് തറയിൽ. ചേലക്കരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി നിയമനത്തിൽ NSS മാനേജ്മെന്റിന് നൽകിയ ഇളവുകൾ മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ സന്തോഷമുണ്ടെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ ശക്തിപ്പെടുകയാണ് അധ്യാപകർക്ക് നിയമനം നൽകുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഗവൺമെന്റിനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. അത് ഒരിക്കലും ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല. ഇപ്പോൾ ഞാൻ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ നിർബന്ധത്തിന് ഗവൺമെൻറ് വഴങ്ങി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ NSSന് ലഭിച്ച ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു തിരുത്തുള്ളത്, ഇത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിധിയല്ല, ഒരു തീരുമാനമല്ല. കാരണം NSS മാനേജ്മെൻറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ മാനേജ്മെൻറ്റുകളിലെയും നിയമനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആനുകൂല്യമായിട്ട് കരുതുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. ഞങ്ങൾ നിരന്തരമായിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഭിന്നശേഷി സംവരണത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാണ്. ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള ഈ ഒഴിവുകൾ നീക്കി വെക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. അത് നീക്കി വെച്ച് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പല മാനേജ്മെൻറ്റുകളും അത് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ബാക്കിയുള്ള നിയമനങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും നാളും അതിന് തടസ്സമായിട്ട് നിന്നത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. അതായത് ഇത് പൂർണ്ണമായിട്ട് ഈ ഒഴിവുകൾ നികത്താതെ മറ്റൊരു നിയമനവും പാസ്സാക്കാൻ പാടില്ല എന്നുള്ളൊരു വിധിയുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം, അതായത് ഭിന്നശേഷി നിയമനങ്ങൾ നികത്തേണ്ടത് ഗവൺമെൻറ്റാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഉദ്യോഗാർത്ഥികളെ നൽകേണ്ടത്. പക്ഷെ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റിൽ പൂർണ്ണമായിട്ട് ഈ ഒഴിവുകൾ നികത്തിയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ഇവരെ നമുക്ക് നിയമിക്കാൻ പറ്റുന്നുമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെട്ട് കിടക്കുന്നു. അതൊരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വളരെ വിഷമിച്ച് ഈ ജനങ്ങൾ, പ്രത്യേകിച്ചും ആയിരക്കണക്കിന് അധ്യാപകർ, അവരുടെ കുടുംബങ്ങൾ ആ വേദനയിൽ കഴിയുന്ന സമയത്താണ് NSS മാനേജ്മെൻറ്റിന് ഇപ്രകാരമുള്ള ഒരു സുപ്രീം കോടതി വിധി ലഭിച്ചത്. അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നിയമന ഒഴിവുകൾ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള നിയമനങ്ങൾ അംഗീകരിക്കാം. അപ്പോൾ ആദ്യം അത് NSSന് വേണ്ടി മാത്രമുള്ള വിധിയാണ് എന്നുള്ള രീതിയിലുള്ളൊരു വ്യാഖ്യാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വേദനാജനകമായിരുന്നു. ഞങ്ങളത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഗവൺമെൻറ് അത് വളരെ അനുകൂലമായിട്ട് പ്രതികരിച്ചു. അങ്ങനെയാണ് ഇത് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റിൻ്റെയോ രണ്ട് മാനേജ്മെൻറ്റുകളുടെ പ്രശ്നമല്ല, ഇത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട എല്ലാ മാനേജ്മെൻറ്റുകളുടെയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി
ഇത് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അതിന് ഒരു നല്ല പരിഹാരം അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും അതിന് സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്ന ഒരു അസ്വസ്ഥതയായിരുന്നു. കാരണം സുപ്രീം കോടതി കൃത്യമായിട്ട് ഒരു വിധി നമുക്ക് നൽകി, ഒരു മാനേജ്മെൻറ്റിന് നൽകിയപ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ മറ്റൊരു വിധിയുണ്ട്. അതായത് സമാന സ്വഭാവമുള്ള കേസുകളിൽ ഒരു വിധി മറ്റെല്ലാ കേസുകൾക്കും ബാധകമാക്കാവുന്നതാണ്. ഓരോരുത്തരും സുപ്രീം കോടതിയിലോട്ട് പോകേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയിലേക്ക് കേസിന് പോകാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോഴും അതുമൂലം ഉണ്ടാകുന്ന സമയനഷ്ടം, വർഷങ്ങളെടുക്കുന്ന ഒരു നിയമത്തിൻ്റെതായ നടപടികൾ, ഇതെല്ലാം ഭയപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അതിലേക്ക് പോകാതെ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ ഇത് പരിഹരിക്കാമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് പക്ഷേ ഈ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് സത്വരമായിട്ട് നടപടികൾ എടുക്കാമായിരുന്നു. ഏതായാലും അത് അവരിപ്പോൾ എടുക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കേറെ സന്തോഷം. പഴയ കാലത്തെ ഭീഷണികളൊന്നും വർത്തമാനങ്ങളുടെ പഴയ സാഹചര്യം അതൊക്കെ സ്വാഭാവികമായിട്ടും സഭയ്ക്ക് വേദന ഉണ്ടാക്കിയിരുന്നു. അത് തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മളത് സഭ അതിനോട് പ്രതികരിച്ചിരുന്നു. ഇത് ഒരു സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിൻ്റെയോ സർക്കാരിനെതിരെ ഒരു സമുദായമോ സഭാ സമൂഹമോ സമരത്തിനിറങ്ങുന്ന ഒരു പ്രശ്നമല്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് ഞങ്ങൾ എന്നും ഉന്നയിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ക്രൈസ്തവരോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ നോക്കിയല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാവരെയും നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ നടന്നു പോകാനായിട്ട് സൗകര്യമില്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം ഗവൺമെൻറ്റിനാണ്. യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിലൂടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ആർക്കെങ്കിലും ഒരു ഔദാര്യം കൊടുത്തു എന്നുള്ളതിനേക്കാളും സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു നടപടിയായിട്ട് ഇത് വരികയാണ്. അധ്യാപകർക്ക് ശമ്പളം കിട്ടുമ്പോൾ അവർക്ക് പഠിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. അവർക്ക് ഈ ദിവസവേതനം എന്നൊക്കെയുള്ള ആ ഒരു തലത്തിൽ നിന്ന് മാറി അവർ മാന്യമായിട്ട് അധ്യാപകരെന്നുള്ള നിലയിൽ അവർക്ക് ശമ്പളം കിട്ടുകയും അവരുടെ നിയമനങ്ങൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുകയാണ്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ സമുദായത്തിനോ വേണ്ടിയുള്ള ഒരു ആനുകൂല്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം. 5 പേരുടെ കോർണർ സോഫ വെറും 19,990 വിലയുള്ളൂ. ഫാമിലി കോട്ട് ബോക്സ് സെറ്റിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് 7,990. കണ്ടോ, നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 7,990. 2 ഡോർ 6.25 ആയിട്ടുള്ള ബിഗ് അലമാറ വെറും 4,990 കേട്ടോ കൊടുക്കണേ. കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.